ഇന്നത്തെ സ്പെഷ്യൽ ഒരു സദ്യ റെസിപ്പിയാണ്, മറ്റൊന്നുമല്ല കുറുക്ക് കാളൻ. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കുന്നതിനായി ഞാൻ കുറച്ച് ഏത്തക്കയും അതുപോലെ തന്നെ ചേനയും ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൺചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേനയും അതുപോലെ തന്നെ ഏത്തക്കയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏത്തക്ക തോല് കളയുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കളയേണ്ട ആവശ്യമില്ല. പുറമേ ഉള്ള ആ ഒരു തോല് ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതിയാകും. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാകും. ഇതിൽ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കാനുള്ളത്. അതുകൊണ്ട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുറുക്ക് കാളനിൽ നമുക്കെപ്പോഴും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കാനുള്ളത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത ശേഷം കുറച്ച് മാത്രം വേകുന്നതിന് ആവശ്യത്തിനുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏത്തക്കയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഏത്തക്ക കട്ട് ചെയ്ത ശേഷം ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ചേനയും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് അളവിൽ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ. ഇങ്ങനെ തൈര് എടുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് ഈ ഒരു കാളൻ തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ളത്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുക്കുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. കുറച്ചൊന്ന് ലൂസാവും. ഇത്രയും മതിയാകും. ഇതുകൂടെ ഒന്ന് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് കൂടെ തയ്യാറാക്കാം. ഇതിനായി 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇടത്തരം വലിപ്പമുള്ള 1 മുറി തേങ്ങ ഇതൊന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടെ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും 2 പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് അരച്ചെടുക്കാനായി ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാളൻ ഒരുപാട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുകൂടെ ഒന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും സമയമായപ്പോഴേക്കും നമ്മുടെ ഏത്തക്കയും ചേനയും ഒക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുമുണ്ട്. അതുപോലെ ഏത്തക്കയൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ ഒക്കെ ഇട്ട് നന്നായി കഴുകിയെടുക്കണം. കറയില്ലാത്ത രീതിയിൽ കഴുകിയെടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഈ പരുവത്തിനായ ശേഷം 1/2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യ് കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കുറുക്ക് കാളിന് ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യ് ചേർത്ത ശേഷം ഏകദേശം 1 മിനിറ്റ് സമയം ഈ നെയ്യിലിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുക. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഈ സമയത്ത് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ തൈരൊക്കെ ഒന്ന് കുറുകി ഒന്ന് കട്ടിയായി വരണം. ആ ഒരു ടൈം വരെ ഈ തൈര് ചേർത്തിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു കുറുക്ക് കാളൻ അത്യാവശ്യം കട്ടിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത് ഒട്ടും തന്നെ ഒഴുകി പോവാതെ ഒരിടത്ത് തന്നെ ഇരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. അതുകൊണ്ട് അത്യാവശ്യം ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരണം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഈ റെസിപ്പി തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചേന വേകുന്നതാണോ അല്ലയോ എന്നുള്ളത് നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട്. വേകാത്ത ചേനയാണെന്നുണ്ടെങ്കിൽ, അത്ര വേവില്ലാത്ത ചേനയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുത്ത ശേഷം ഏത്തക്കയോടൊപ്പം ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കുറുകിയ ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പിൽ തേങ്ങയും പച്ചമുളകും അതുപോലെ തന്നെ ജീരകവും മാത്രമാണുള്ളത്. ഇത്രയും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ച് കൂട്ടുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു അരപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്.
ഈ ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയോ അല്ലെങ്കിൽ കല്ലിൻ്റെ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുന്നതാവും നല്ലത്. മൺചട്ടിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളിത് കഴിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. അപ്പം ഇത്രയും പോരാ, എങ്കിലും കുറച്ചുകൂടെ വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം കൂടെ ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കുന്നത് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് താളിക്കുന്നത് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചല്ല, ഞാൻ വെളിച്ചെണ്ണയും അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യിൽ മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടിയൊക്കെ ചേർക്കേണ്ടതായിട്ടുണ്ട്. നെയ്യിൽ ഉലുവപ്പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ നെയ്യും കൂടെ ചേർത്ത ശേഷം ഇതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇങ്ങനെ നെയ്യിൽ ഉലുവാപ്പൊടി കൂടെ മൂത്ത് കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറി ഏകദേശം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കടുക് താളിച്ചതും കൂടെ ചേർത്തേച്ചാൽ മതിയാകും. ഞാൻ ഈ കടുക് താളിച്ചതിൽ വറ്റൽമുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചേർത്തിട്ടില്ല. ഈ ഒരു കടുക് താളിച്ചത് കൂടെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച ശേഷം ഇളക്കി യോജിപ്പിച്ചാലും മതി. ഞാൻ എന്തായാലും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് അടച്ച് വയ്ക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇത്രയും തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള ഈ ഒരു കുറുക്ക് കാളൻ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത റെസിപ്പി കൂടിയാണ്. എന്തായാലും ഈ ഒരു ഓണത്തിന് ഇതുവരെയും ഈ ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ കൂടി അറിയിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.